നമ്മൾ അന്ന് ലാസ്റ്റ് റൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു മിനിറ്റ്, മേഘാലയ ആയിരുന്നു നമ്മുടെ റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ലീവിൻ്റെ അഭാവം മൂലം നമ്മൾ റൈഡൊന്ന് ഷോർട്ടാക്കി. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് വയനാടുക്കാണ്. പ്ലാൻ മാറ്റി ഗൈസ്. അന്നത്തെ പോലെ തന്നെ രാത്രി ഞങ്ങൾ അന്നത്തെ അതേ ടീം, സെയിം പേഴ്സൺസ് ബട്ട് ഡിഫറെൻറ്റ് പ്ലേസസ്. സഗീർ 350, അന്നത്തെ ബി എം പിന്നെ ഇല്ല, പകരം വേറൊരു 350 പ്ലസ് സ്പീഡ് 400. അവരുടെ കൂടെ പോകാൻ പോണേ. ആസ് യൂഷ്വൽ ടാങ്ക് ഫില്ല് ചെയ്യണം. അതുപോലെ രാത്രിയായ കാരണം ഇന്നധികം ഫുട്ടേജസ് ഉണ്ടാവില്ല. നമ്മൾ നാളെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വീഡിയോസ് വരെ. ഇനി ഓക്കെ, വഴിയിൽ കാണാൻ. ബാക്കി ട്യൂബ് കഴിഞ്ഞിരിക്കുക നമ്മുടെ. സോ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റാറായിട്ടുള്ള കാരണം നല്ല നോയ്സ് ഇപ്പോൾ ബാക്ക് ചെയ്യുന്നത്. അത് മാറ്റാണ്ടാണ് ഇപ്പോൾ വയനാട് പോകാൻ പോകണം. എൻ്റെ ഇവിടെ നിന്ന് ഒരു 180-190 കിലോമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് വണ്ടിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഞാൻ വേറെ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഒരു 25,000 കിലോമീറ്റർ ആയോട് കൂടെ വണ്ടിയും എന്തൊക്കെ മെയിൻ്റനൻസ് വന്നു, അതിന് പുറമേ പ്രതീക്ഷിക്കാത്ത വേറെ എന്തൊക്കെ ചിലവുകൾ വന്നു, ഞാൻ ഒരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ പണികൾ കുറച്ചുണ്ട്. ടയർ മാറ്റണം, ടയർ മുട്ടയാണ്, ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റണം, ആൻഡ് ബ്രേക്ക് പാഡ് മാറ്റാറായിട്ടുണ്ട്. ഞാൻ 15 കിലോമീറ്ററിലാണ് ആദ്യം മാറ്റിയിട്ടുണ്ടായിരുന്നത്, മീൻസ് 15,000 കിലോമീറ്ററിൽ. അപ്പോൾ നമുക്കിപ്പോൾ 24,000 കിലോമീറ്റർ ആയപ്പോഴേക്കും അടുത്ത് മാറാറായിട്ടുണ്ട്. അത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതൊന്നും ചേഞ്ച് ചെയ്യാണ്ടാണ് പോണത്. അപ്പോൾ നോർമലി ഞാൻ ബാൻഡോസിൽ നിന്നാണ് ലൂബ് വാങ്ങാറ്. കാരണം എനിക്ക് എളുപ്പം അതാണ്, അല്ലാണ്ട് ലൂബ് വാങ്ങാൻ വേണ്ടി അവിടെ പോകുന്നതല്ല. അങ്ങനെ അത് പർച്ചേസ് ചെയ്യണം, അങ്ങനെ അത് മേടിക്കണം. അതിനുശേഷം എന്താ പറയുക, ലൂബ് ചെയ്യണം. ആ സൗണ്ട് ഒന്ന് കളയണം. കാരണം ഇപ്പം മഴയെ കാരണം വല്ലാണ്ട് അറിയില്ല. ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ സൗണ്ട് നല്ലോണം കേട്ടു തുടങ്ങും. വരണം തരാം ഇല്ലതോ. നോർമലി TRM യൂസ് ചെയ്യാറ്. ഇതാകുമ്പോൾ കളറാണെന്നുണ്ടെങ്കിൽ ഒരു ഉപകാരം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ജസ്റ്റ് 295 ഇവിടെ റേറ്റ് വരുന്നത്. മെയിൻലി ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇതാണ് ADVകളുടെ ഉപകാരം. സെറ്റായിണ്ടാവുമെന്ന് വിചാരിക്കണം. ജാക്കറ്റ്, നമ്മൾ സ്പീഡ് 400 ഉണ്ടല്ലോ, ആൾ ജാക്കറ്റ് എടുക്കാൻ നിൽക്കായിരുന്നു. എക്സോറിൻ്റെ പറഞ്ഞ സെറ്റ് ചെയ്ത്. എത്ര റേറ്റ്? 6,000 സംതിങ് എക്സോർ പൂശിയുണ്ട്. 6:30 ഇറങ്ങാൻ നിന്നത് ഞങ്ങളാ. ഇപ്പം 7:30 മണിയായി. അടുത്തത് ട്രിപ്പ് പോകാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയുള്ള കടികൾ. ഓൾറെഡി ഒരു ഗ്ലൗസ് ഉള്ള ആളാണ് കേട്ടോ. ഏതെങ്കിലും ബ്ലൂ ഒന്നും എടുക്കല്ല. താൻ പിന്നെ ബ്ലൂവിൻ്റെ ആളാ, ഐ മീൻ ടീഷർട്ടിൻ്റെ കളർ ഉദ്ദേശിച്ചത്. ബ്ലാക്ക് എടുക്ക്. തന്നെ എടുക്ക്. ഇട്ട് നോക്ക്. മീഡിയ അത്. റെഡ് ഒന്നും എടുക്കല്ല കേട്ടാ. അത് ഏതെങ്കിലും എടുത്തിട്ട് വായോ. ഓ, ഈ ഒരു കോലത്തിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നോട്ടെ, സെറ്റ് തൽക്കാലത്തേക്ക് എല്ലാവർക്കും മതി. അങ്ങേരും സെറ്റായി. ഓ അയ്യോ, തട്ടിമറിച്ചിട്ടു ബ്രോ. ഇതൊക്കെ ഒന്ന് വീണുണ്ട്, കുഴപ്പമില്ല. സോറി ബ്രോ, എൻ്റെ വക. എനിക്കിഷ്ടായി, സെറ്റായിട്ടുണ്ട്. കയറ്റി വെക്കാൻ ഏതാ? അതെല്ലാം കൂടെ കയറ്റി വെക്കാൻ പറ്റില്ല എന്നെ കൊണ്ട്. ഒന്നും കൂടെ ഉപദ്രവിക്കുന്നതിന് തുല്യാവുള്ളൂ. ഒരെണ്ണയിലും കയറ്റി വെച്ച് കൊടുക്കാം. എൻ്റെ വക ബ്രോ. എനിക്ക് പറ്റില്ല. 2 നടക്കും റൈനോക്സിൻ്റെ. അയ്യോ, കറക്റ്റ് സെയിമാണോ? പിന്നല്ലാണ്ട് ചെറിയ ഡിസൈൻ മാറ്റം വന്നിട്ടുള്ള ഏകദേശം സെയിമാ. നമ്മൾ സ്റ്റിക്കറൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാ പാഡിങ്ങും ഉണ്ട്. സെറ്റ്
എന്നിട്ടാ ഹിമാലയൻ ഞാൻ കണ്ടിരുന്നത്. ഞാൻ മോട്ടോർ വേഴ്സിന് മുമ്പ് വാങ്ങാന്ന് വെച്ചതാ, പക്ഷെ മേടിച്ചില്ല. ഒന്ന് ഓപ്പൺ ചെയ്ത് തരുമോ? അത് മഴക്കല്ല, അതിന്റെ ആവശ്യമില്ല, അതൊരു ബാധ്യതയാ. അറിയാം നമ്മുടെ റിഫ്ലക്ടർ. തിരിഞ്ഞിക്ക്. ഓ ഇതിന്റെ ചിഹ്നം കറക്റ്റാക്കട്ടെ. ഓ പൊളി 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 പൊളി. ടോർച്ചടിച്ച നല്ല രസമുണ്ട്. അവിടെ ഇരിക്കട്ടെ അത്. ഓക്കെ, ഇവിടുത്തെ മെഴുകൽ കഴിഞ്ഞു. പോസ്റ്റ് അടിച്ചിട്ട് പൊളിഞ്ഞിട്ട് കഴിഞ്ഞു. ഉറപ്പാ? എൻ്റെ പൊന്നെ, പുഴയ്ക്കലൊരു കിഡില്ല ബ്ലോക്ക് കിട്ടി. 20 മിനിറ്റ് 3 കിലോമീറ്ററിന്. അയ്യോ, റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചതാ, പിന്നെ സ്റ്റോറേജിൻ്റെ അഭാവം മൂലം ഞാനത് സ്കിപ്പ് ചെയ്തു. ഇന്നെന്തോ ജാക്കറ്റ് സെറ്റ് ചെയ്തത് ശരിയാവണ്ടാണോ ഇട്ടത് ശരിയാവണ്ടാണോ എന്നറിയില്ല. ഷോൾഡറിലൊരു പെയിൻ. കിട്ടില്ല റൂം കിട്ടി താമരശ്ശേരി ഭാഗത്ത്. ഗൈസ് ഗുഡ് നൈറ്റ്. അപ്പോൾ നാളെ രാവിലെ കാണാം. അങ്ങനെ നേരം വെളുത്തു. നമ്മളിവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്ന മർഹബ ടൂറിസ്റ്റ് ഹോം. പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നോർമൽ. ഞങ്ങളുടെ ഇന്നും അന്നത്തെ പോലെ തന്നെ പ്ലാനുകളെല്ലാം പിഴച്ചു. നേരത്തെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയത് ഈ സമയമായി. എത്ര മണിയായി? 8:30. 7 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞതാ. അപ്പുറത്ത് കയറാം. യോ CNG-യിലെ ബാക്ക്ലെസ് ബൂട്ട് കുറയല്ലേ. നമ്മൾ ഇന്നലെ നമ്മുടെ BPCL കിട്ടാത്ത കാരണം ഫ്യൂവൽ ഫുള്ള് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ 500 രൂപയ്ക്ക് അടിച്ചോളൂ. ഇൻ കേസ് BPCL കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളടിക്കണം, അല്ലെങ്കിലും ഫുള്ളടിക്കണം. ചായയുടെയൊക്കെ കഴിഞ്ഞു. ഫാമിലി ഗൈഡ് വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഫാമിലി ഗൈഡ് സംസാരം കഴിഞ്ഞിട്ടില്ല. സ്റ്റിൽ ഈസ് ഇൻ കോൾ. മൻസൂറ? ഓ, ഫാമിലി ഗൈ അല്ല, ഒഫീഷ്യൽ കോളാ. പതുക്കെ നീങ്ങട്ടെ. മൻസൂറാന്ന്. ഇപ്പം നമുക്ക് ഇനി ഒറ്റ വഴിയാണ്. 4 വഴിയായി പോകാണ്ടിരിക്കാൻ അത്രയും സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന മൈലേജ് വേണ്ട. ഇതിൽ വ്യൂ കറക്റ്റ് ആയിരിക്കില്ല. 35 km/ലിറ്റർ ഇതിൽ കാണിക്കുന്നതാണ്. പക്ഷെ എനിക്ക് വലിയ വേരിയേഷൻ തോന്നാറില്ല ഇതിൽ കാണിക്കണ വെച്ചിട്ട്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ്. ഇത് സംഭവം വേറെ കേസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കി അറിയാം. ഗിയർ നോക്കിയേ, 4ാമത്തെ ഗിയറിലാണ് നമ്മൾ പോയോണ്ടിരിക്കണേ. മാക്സിമം 5th വരെ മാറ്റുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് മാറ്റാൻ പറ്റുന്നില്ല. കാരണം അപ്പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ കണക്ഷൻ പൊട്ടും, 4 ആളായിട്ടുള്ളത്. അത് കാരണം 5th വരെ മാക്സിമം എടുക്കുന്നുള്ളൂ. അതും ഈ ഒരു എക്കണോമി സ്പീഡിൽ. അത് കാരണം കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
കയറാൻ പോവാ. ഏകദേശം അടുത്തെത്തി. ഗോപ്രോയിൽ ക്ലിയർ ആവില്ല. ആ മലയുടെ ഉള്ളിലെ കൂടെ ഓരോരോ വണ്ടികൾ ഇങ്ങനെ പതുക്കെ നീങ്ങി പോണ കാണാം. ലോറികളുടെ ടോപ്പ് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ അത് കയറി 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 മുകളിൽ എത്തണം. സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഓരോ ഹെയർ പിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഴ ഇല്ലാത്ത തന്നെ ഒരു വലിയ സമാധാനമാണ്. എന്നാൽ പോലും റോഡ് കാര്യങ്ങളൊക്കെ നല്ല വെറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഓ, ആ റോട്ടിൽ ശ്രദ്ധിച്ചിരുന്ന അവിടെ ഓയിലായി കിടക്കണണ്ട. അതൊക്കെ മതി ഈ കറുവിൽ വീഴാൻ. തലയും തല്ലി വീഴാൻ അതൊക്കെ ധാരാളമാണ്. ഇനി ഒരു മഴ അതിൻ്റെ മുകളിൽ കൂടെ പെയ്താൽ അതൊന്നും കൂടെ സ്ലിപ്പറിയാവും. അങ്ങനെയാണ് കറുവിൽ കൂടുതലും ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. 2 വീലേഴ്സിന് കേട്ടാ. 4 വീലേഴ്സിന് അതൊന്നും അറിയാനല്ല. പിന്നെ നമ്മുടെ ടയർ 24,443 ആയിട്ടുണ്ട് കിലോമീറ്റർ. നമ്മൾ ഇതേവരെ മാറ്റിയിട്ടില്ല. സ്റ്റിൽ ആ ടയർ ഇട്ടിട്ടാണ് ഓടിയോണ്ടിരിക്കണേ. നമ്മുടെ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് വേണം വണ്ടിയുടെ ഒരു ലോഡ് പണികൾ ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ, അത്യാവശ്യം നല്ല എമൗണ്ട് ഇറക്കേണ്ടി വരും. ആ മൂഡ് മാറി തുടങ്ങി. ഇവിടെ വീണ്ടും ഓപ്പണായി. ഓ, കാണാണ്ടായ ഒരുപാട് താഴെ. അതാ ഇരുട്ടല്ലേ. എന്തിട്ടാ വ്യൂ ആണോ? ആ, ഞാൻ ഒന്ന് മൈൻഡീറ. നായ്ക്കള് ചാടി ഒന്ന് ഗോപ്രോ കൊണ്ട് പോകും ചിലപ്പോ. സൈർ കാലിലടി നോക്കിയേ. ആരുടെ വണ്ടി ഓഫ് ആവത്ത? എൻ്റെ വണ്ടിയാണോ? കൊരങ്ങക്ക് ഈ ഊരിക്കൊണ്ട് പോണ്ടോ? ഹൈ അമ്പോ, അതെ അതിന്റെ പിന്നിലായ ലോക്കാ. എന്താ പരിപാടി? എന്തിട്ടാ? വാ വാ. വേണ്ട, വെറുതെ തമാശ വിളിച്ചിട്ട് നീ വരിക. ഓക്കെ ബൈ. വാ പോവാ. അയ്യോ, അവനെ വിടല്ല. കയറിപ്പോ. അവന്റെ പിന്നാലെ പിടിക്കണം. അയ്യോ, ഇതെന്തത് രന്തില്ലേ? അയ്യോ, ഇനി ഉമ്മാരെ പിന്നില് താങ്ങി പോണം. കിടിലം മഴ വരുന്നുണ്ട് ഗൈസ്. ഗോപ്രോക്കുള്ളി തട്ടിക്കയറ്റേണ്ടി വരും.
എത്ര വണ്ടിയാ കടന്നു പോയേ? ഞവന്മാരൊക്കെ ഒന്ന് കടന്നു വരണമെന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കും? അയ്യോ, ആൻഡ് ദെൻ നമ്മൾ മുത്തങ്ങ വനത്തേക്ക് എൻ്റർ ചെയ്തു. ഐ മീൻ മുത്തങ്ങ ഫോറസ്റ്റ് റിസർവിലേക്ക്. ഇത്ര നേരം നൈസ് മഴ ഉണ്ടായിരുന്നു, അത് കാരണം ഞാൻ ഇട്ടിരുന്നില്ല, ഗോപ്രോ വെച്ചിരുന്നില്ല. അപ്പം മഴയൊന്നും കുറഞ്ഞെന്ന് തോന്നിയപ്പോൾ നൈസിനെടുത്തിട്ടതാ. അത് ഇടണ നേരം നൈസ് ബ്ലോക്കായി. ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് പോലും ശരിയാവില്ലല്ലോ, അവരൊക്കെ കയറിപ്പോയി. അയ്യോ, കുന്ന്. നമുക്ക് കുന്ന് പ്രശ്നമില്ലല്ലോ അല്ലേ, ഞാൻ മറന്നു. നനഞ്ഞ കാരണം ഗ്ലൗസ് കയറുന്നില്ല ഗായ്സ്. കാരണം വീണ് കഴിഞ്ഞാൽ രസവും. അയ്യോ, ലൈറ്റ് നിറഞ്ഞൊരു വണ്ടി ഉണ്ടല്ലോ. ഗുണ്ടൽപേട്ട് 33 കിലോമീറ്റർ. ഹിമാലയനും കൊണ്ട് ഫസ്റ്റ് ടൈമാ ഞാൻ വയനാട് വരുന്നത്. ബൈക്ക് റൈഡായിട്ട് തന്നെ വന്നിട്ടില്ല. ഒരു മൈലിനെ കിട്ടി ഫസ്റ്റ്. ഇതിൽ കണ്ടിട്ടുണ്ടാവില്ല. വെയിലായി. അവരിത്ര പടപടച്ചോ? ഓരോ മരങ്ങളുടെ ഷേപ്പ് കാണുമ്പോ എന്തൊക്കെയോ ഇരിക്കുന്ന പോലെ. ഇവിടെ എന്തിനേലൊക്കെ കാണാൻ കിട്ടുമോ? അയ്യോ, വെറുതെ കണ്ണിൻ്റെ മുമ്പിൽ ഓരോന്ന് ഇങ്ങനെ മാറി മറിയണം. പേടിച്ചിട്ടാവാം. വെൽക്കം ടു ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഓക്കെ, ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കടന്നു വന്ന. ഓ, നല്ല അറ്റ്മോസ്ഫിയർ. മഴ കഴിഞ്ഞ് നൈസ് വെയിലായി നിൽക്കുന്ന. ആയ് മാൻ മാനിനെ പിടിക്കാൻ പുലി ഇറങ്ങും.
ബന്ദിപ്പൂര്. ഗുണ്ടൽപേട്ടിലേക്കുള്ള വഴിയാണേ. അമ്പോ സൂര്യകാന്തി തോട്ടം. ആ ഓ ഗ്ലൗസ് പോയി. തല്ലൂടല്ല തല്ലൂടല്ല, ഞാൻ ഇവിടെ വന്നിട്ട് തല്ലൂടാ. റിയാസ് കട 6 അല്ലേ? ഞാനങ്ങോട്ട് ടെൻഷൻ അടിച്ചു. മിസ് കോള് 6 കാണിക്കുക. ഞാൻ റഷീദിന്റെ 6 വിചാരിച്ചു. ഓ അയ്യോ, എന്ത് ട്രിപ്പല്ലേ. സമാധാനത്തോടുകൂടെ ഇറങ്ങി ഫോട്ടോ എടുക്കാം, റീൽ കൊടുക്കാം. നിങ്ങളാരും നനഞ്ഞിട്ടില്ല അല്ലേ? ഞാൻ ഇടയ്ക്ക് നിങ്ങളുടെ ബാക്കിക്ക് വരുമ്പോ ഫുള്ള് വായൽക്ക ചെളി പോണത്. ഗോപ്രൊക്കെ ആവശ്യത്തിന് ചെളി കുടിച്ചിട്ടുണ്ട് നിസ്കരിക്കാൻ പോയതെങ്കിറ. ഇവിടെ കടയില്ല അല്ലേ? എനിക്ക് മനസ്സിലായി, ഒറ്റയ്ക്കാളുടെ വ്യസനം പോയിണ്ടാവുന്നു. പോകുമ്പോ ഒരു ക്ലാസിക്ക് മറഞ്ഞേക്ക്. അയ്യോ മഴ. ചേട്ടൻ 10 രൂപയ്ക്ക് അതിൻ്റെ ഉള്ളിൽ കയറിക്കോളാൻ പറഞ്ഞു. ആളുടെ കാലം ആവില്ല, എന്നാലും
ചായക്കാശല്ലേ ചോദിച്ചേ കൊടുക്കാം നമുക്ക്. ചേട്ടാ ഗോപ്രോയില് മഞ്ഞപ്പൊന്നും കാണാനില്ലല്ലോ, നേരിട്ട് ജാതി കളറാ. സോറി, ഇതിൽ കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു. നേരത്തെ വൈഡായിരുന്നു. സൗണ്ട് നല്ല പതർച്ച, മൈക്കൊന്നുമില്ല. ഉള്ളിലേക്ക് ചിലപ്പോൾ പോയ ആൾക്ക് ചട്ടി കിട്ടില്ല. ഹെൽമെറ്റ് വെച്ച് മുടി പതിഞ്ഞിരുന്നു. രാവിലെ തൊട്ടിപ്പോൾ എത്ര മണിയായി? 2 മണിയാവാൻ പോയി. ഗുണ്ടൽപേട്ടക്ക് 12 കിലോമീറ്റർ. പൊതുവേ 2 മണിയാവാറേ. 27% ബാറ്ററി ഗോപ്രോ. സുഖീറിനെ കാണുമ്പോൾ ചിരി വരും. സുഖീറിൻ്റെ കേസ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ വരുമ്പോൾ 350 ഇങ്ങനെയായിട്ടുള്ള അലമ്പ് ഓർമ്മ വരും. അപ്പോൾ വിറ്റ ചിരിച്ചുമ്മാ ഇരിക്കാം. അയ്യോ ആളുണ്ടല്ലേ. ആള് പിന്നെ ബാക്കിൽ പോയി നിൽച്ചു. അവിടെ തൊട്ട് പിന്നിൽ തന്നെ ഉണ്ട് മൂപ്പര്. ഇങ്ങനെ എങ്ങനെയാണ് അവസ്ഥ? ഫുൾ ഓപ്പൺ ഹെൽമെറ്റ്, ജസ്റ്റ് ഗ്ലാസിന്റെ ഹെൽപ്പിൽ മാത്രം. മഴ ഒന്ന് പോയി കിട്ടി, ഇത്തിരി തെളിഞ്ഞു. ഒരു ഫുഡ് സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. എവിടെ? വെജ് ആൻഡ് നോൺ വെജ്, ഗുണ്ടൽപേട്ട്. മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ എന്തോ. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ എനിക്ക് വയ്യ നടക്കാൻ. മമ്മൻ തിന്നാം. അയ്യോ ഇവിടെ ചൊറിയുമ്പോഴും ഉണ്ട് കേട്ടോ, നോക്കിക്കോ. ഓ പണിപ്പാളൂ. കിട്ടിക്കഴിഞ്ഞാൽ ജാതി രസം കേട്ടോ. സത്യാണ്. പണ്ട് നല്ലോണം എല്ലായിടത്തും മറ്റേ മതിലുമ്മലും മരത്തുമ്മലും ഇങ്ങനെ പൊത്ത പിടിച്ചിരിക്കും. 2 ദിവസം മുമ്പത്തെ കിട്ടും. എന്താന്ന് ഇനി 20 കിലോമീറ്റർ ഉള്ളോ? അതോടുകൂടി കഴിഞ്ഞാ? എത്ര കിലോമീറ്റർ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട്? ഓ അതിൻ്റെ ഉള്ളിലുള്ള തന്നെ ഉള്ളു അല്ലേ? അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളു അല്ലേ? വാ കഴിക്കാം. ഹോട്ടൽ കുഴപ്പമില്ല, നല്ല സ്ഥലമുണ്ട്. ലിക്കർ പ്രൊഹിബിറ്റഡ്. ഞാൻ അയച്ചിട്ടുണ്ടല്ലോ. സെൻഡ് ചെയ്തോണ്ടിരിക്കുക.
വി ചൂസ് നെയ്ച്ചോർ ആൻഡ് 65 അത് ഇന്നിങ്ങനെ ഡ്രൈ ആയിരിക്കുന്നത്. പിന്നെ 65 ഡ്രൈ ആയിട്ട് ഇങ്ങനെ മിഞ്ഞാണ്ട് ചിക്കൻ പീസൊക്കെ പോലെ. ഓ ബുക്ക് മസാല 65 കഴിഞ്ഞല്ല. എന്തിട്ടത് എനിക്ക് വേണ്ടേ? അയ്യോ എന്താ വള്ളി. കേരള ആ 2 ഫോട്ടോത്തിൽ വരാം. ഗോപാൽ 2 റിയാസ്. അമ്പോ കിടിലൻ. എനിക്കിഷ്ടായി. ഓ ആ വ്യൂസ് നോക്കിയേ. അങ്ങോട്ട് കിടക്കാൻ ചേട്ടന് പൈസ കൊടുക്കണ? അറിയില്ല. ഇല്ല, ബോണിയേട്ടൻ പറഞ്ഞല്ലേ 5:30 ടൈം എന്നാണ് ആൾ പറഞ്ഞത്. അല്ല, എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ ഈ ഹിമവത് ഗോപാൽ സ്വാമി അവർ ഈ റൂട്ടാണ് വന്നതേ. ആ ഇവിടെ കയറിയിട്ട് ഉയ്യോ ഇരുപത് കൊണ്ടുണ്ട് കേട്ടോ. കടി വേണ്ട ഗീറിന് പോലത്തെ ഉണ്ട്. നടക്ക് നടക്ക്. കളിക്കാനാണില്ല, പ്ലേയേഴ്സ് ഇല്ലാത്തത് ഭയങ്കര പ്രശ്നം.
കിട്ടുമെന്ന് വിചാരിച്ചില്ല, എനിക്ക് മനസ്സിലായില്ല. ആ അതെ, കണ്ട വഴിക്ക് കാര്യം മനസ്സിലായി. തിരിച്ചു പോവാം. താങ്ക്സ് ബ്രോ. സഗീറിന്റെ ആവേശം കൂടി എനിക്കുന്നതാ, ആവേശം കൂടിയിട്ടേ എണീറ്റ് നിന്നതാ, പാൻറ് മറന്നുപോയി. ഹലോ, ഇപ്പൊ നമ്മള് ശരിക്കും ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ ഉള്ളിലാണ്. ഇത്ര നേരം മുടിഞ്ഞ മഴയായിരുന്നു, എനിക്ക് ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. കാണിച്ചു തരാൻ മാത്രം ഒന്നും കണ്ടിട്ടുണ്ടായില്ല, ആകെ ഒരു ആനേനെ ഇപ്പൊ കണ്ടുള്ളൂ. പിന്നെ നിറച്ചു മാനിഷ്ടം പോലെ ഉണ്ട്. പുലിയല്ലേ ഇത്? മാനിഷ്ടം പോലെ, ഞാൻ വെറുതെ പറഞ്ഞോട്ടാ, മാനിഷ്ടം പോലെ ഉണ്ട്. സെറ്റായി, മഴ മാറി, ഇറക്കിയാൻ. ആനനെ കിട്ടിയില്ല. ഓ ദേ നിറച്ച് മയില്.
മയില് ഉള്ളത് പറയാലോ, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ ഒരു റൂട്ട്. ഞാൻ ആകെ ഫോറസ്റ്റ് റൂട്ട് എന്ന് പറയാനായിട്ട് ഈ അതിരപ്പള്ളി വാഴച്ചാലേ പോയിട്ടുള്ളൂ. അപ്പൊ കടക്കണുള്ളൂ, അങ്ങോട്ട് ഉള്ളിലേക്ക് കടക്കണുള്ളൂ. അത് ശരി. അപ്പൊ ഇനിയും ഉണ്ടോ? അത് കഴിഞ്ഞതാ? അയ്യേ, നാട്ടിലെ മയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓടി ഒളിച്ചിട്ടുണ്ടാവും. ഇവന്മാർക്ക് അതൊന്നും വിഷയമില്ലാത്ത പോലെ നിൽക്കണേ. നീലഗിരി ഡിസ്ട്രിക്ട് ബോർഡ്. മുതുമലൈ ടൈഗർ റിസർവ്. എൻ്റെ പൊന്നെ, ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതിന് എനിക്കിവിടെ എപ്പോഴാണ് കഴിയുക, എങ്ങനെയാണ് തുടങ്ങാമെന്നൊന്നും അറിയില്ല. റോട്ടിലൊരു കുസിലാട്ടോ മയിൽ എടുക്കണ. അല്ല, അവരുടെ സ്ഥലമാണ്, അത് വേറെ കാര്യം. നന്നായി കുട്ടികൾക്കൊന്ന് പീലി നിർത്തിയിരുന്നൂടെ? ഇത് ഏതാ പെണ്ണിനല്ല പീലില്ലാത്ത? യെസ്, പെണ്ണിന് പീലില്ല, ആണിന് പീലിയുണ്ട്. ആ മോനെ ഒന്ന് ഇല്ല അല്ലേ? ഇല്ലാന്ന്. ഓ, എന്തൊട്ടാ രസം. വീണ്ടും മഴ.